മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം ഏരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും ഭാഗമായുള്ള യോഗമാണ് സംഘടിപ്പിച്ചത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ജില്ലയിലെ തന്നെ ആദ്യത്തെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കം കുറിച്ചുള്ള മീറ്റിംഗ് ആയിരിക്കും നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകി സമ്പത്ത് മാറ്റിവെച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയ്ക്കാണ്. ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് നമ്മുടെ PHSCയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്. PHSC മാത്രമല്ല, നമ്മുടെ PHSC സബ് സെന്റർ അടക്കം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അടക്കം വളരെ കൃത്യതയോടുകൂടി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഡെങ്കിയെല്ലാം ഇപ്പോൾ ഒരു 6-7 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3 വർഷം കൂടുമ്പം കറങ്ങി വരുമെന്ന് പറയുന്നത്. അപ്പോൾ 3 വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ നേരത്തെ ഡെങ്കി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ മുഴുവൻ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നമ്മൾ ഇതിന്റെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യപടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷത വഹിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും ഭാഗമായി ഒരു കൺവെൻഷനാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പം മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും CDS മെമ്പർമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഈ ക്യാമ്പയിനിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പൊ ഈ വരൾച്ച സമയത്ത് പോലും അവിടെ എവിടെയായി നമുക്ക് ഡെങ്കു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി വീണ്ടും ഒരു ഹോട്ട്സ്പോട്ടിൽ പോകാതെ നമ്മുടെ വാർഡുകളെ സംരക്ഷിക്കേണ്ട ചുമതല മുന്നിൽ നിൽക്കുന്ന നമുക്ക് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും എങ്ങനെയും തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു. നമുക്ക് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ജില്ലയിലെ തന്നെ മലയോര മേഖലയായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള തോട്ടങ്ങളടക്കം, പൈനാപ്പിൾ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ അടക്കമുള്ളൊരു മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത്. അങ്ങനെയുള്ളൊരു മേഖലയിൽ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പകർച്ചവ്യാധികൾ അടക്കം വരുന്ന സാഹചര്യം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിലും 2 വർഷത്തിന് മുന്നേ ഡെങ്കു ഹോട്ട്സ്പോട്ടായിട്ട് പല വാർഡുകളും ജില്ലയിൽ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ആലോചിക്കുന്നത്. ജില്ലയിൽ തന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആദ്യ പഞ്ചായത്ത് ഏരൂറാണെന്നും കൃത്യമായ കലണ്ടർ തയ്യാറാക്കി ആവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് വാർഡുകളിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 102 ദിവസത്തിന് മുമ്പേ, ജൂൺ മാസത്തിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നടത്തണം. അതിനെ സംബന്ധിച്ച് തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങൾ ചില ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ സംവാദമാണ് ഇത് നടക്കുന്നത്. ഇത് വളരെ നേരത്തെയാണ്, 102 ദിവസത്തിന് മുമ്പേ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ആ ആലോചന നടത്തി നമുക്ക് പിരിയുക എന്നുള്ളതല്ല എന്ന വിഷയമാണ് പ്രസിഡന്റ് ഉദ്ഘാടനത്തിൽ അവസാനം സൂചിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ, ഏരൂർ PHSC ഡോക്ടർ ജോളി, ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ്, ജനപ്രതിനിധികൾ, ഹോമിയോ, ആയുർവേദം തുടങ്ങിയ വിഭാഗങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, CDS, ADS, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ കാലാവസ്ഥയാണ്, മഴ ചിലപ്പം ജൂലൈ വരേണ്ട മഴ ചിലപ്പോൾ ഏപ്രിലിൽ വന്നതാവും. അപ്പോൾ ഒരു കരുതൽ എന്ന് മാത്രം എന്ന രീതിയിൽ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ദോഷവും വരുന്നില്ല.
നമുക്കറിയാം പണിക്കാലമാണ്. ജൂൺ തൊട്ട് ഒരു സെപ്റ്റംബർ മാസം വരെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന മാസങ്ങളാണ്. കഴിഞ്ഞ 2 വർഷം ഷൈൻ മെമ്പർ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങൾ ഇവിടെ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അഞ്ചൽ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അഞ്ചൽ പഞ്ചായത്തിൽ, നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു അഞ്ചൽ പഞ്ചായത്ത്. കുറേ മാസങ്ങളുടെ പ്രവർത്തനത്തിന് ശേഷമാണ് അവിടെ ഒന്ന് ഡെങ്കിപ്പനി നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ഭീഷണി ഏരൂർ പഞ്ചായത്തിനുണ്ട്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൂടാതെ യൂഷ്വലി ഒരു ജാനുവരി തൊട്ട് ഫെബ്രുവരി മാസങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള ഡെങ്കിപ്പനിയൊന്നും നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടാത്തതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 5ഓളം കേസുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായും സമാധാനമായ അന്തരീക്ഷത്തിനാണ്. കാരണം നമുക്കിപ്പോൾ ഒരു 5 കേസ് റിപ്പോർട്ട് ചെയ്ത് എന്നുള്ളതല്ലാതെ വലിയൊരു ബലമൊന്നുമില്ല, ഒരു ഡെത്ത് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പം ഇങ്ങനെ മീറ്റിംഗ് കൂടുന്നത് നമ്മുടെ ഏരിയയിൽ ആരെങ്കിലും ഒരു പകർച്ചവ്യാധി വന്ന് രോഗം മരണപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് പിടിപെട്ട സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുന്നില്ല. ആൾക്കാർ ഇത്ര എണ്ണം ഇതായിരിക്കുന്നില്ല, അധികം എണ്ണം ഉണ്ടായിരിക്കും, വളരെയേറെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു യോഗം അനിവാര്യമായിരുന്നു. ഇത്തരം ജില്ലയിൽ തന്നെ നമ്മൾ ഈ മാലിന്യ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പഞ്ചായത്ത് ഭരണസമിതിക്കും മുഴുവനുമായിട്ടുള്ള നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധാവണി, കുട്ടിമുണ്ട്, ധോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും 999 രൂപ താഴെ വിലകളിൽ. കൂടാതെ ഏറ്റവും പുതിയ ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കടക്കൽ ദേശീയോത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം. Atlas, affordable fashion destination, Kadakal.